സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാഞ്ചിയാർ SNDP അമ്പലത്തിലെ ശ്രീനാരായണ ഗുരുദേവ ദിവ്യജ്യോതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്മുടെ കട്ടപ്പനയിലുള്ള ശ്രീ വിനായക സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ ഉൾപ്പെടെ ഒരു നിരവധി കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിനായിട്ട് പോയതാണ്. അപ്പോൾ പ്രോഗ്രാം വൈകിട്ട് 7:30-ക്കാണ്. രാവിലെ മുതൽ കുട്ടികൾ ഈ അമ്പലത്തിൽ ഒരുങ്ങുന്നതിന് വേണ്ടിയൊക്കെ ചെന്ന് നിന്നിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അത്രയും സമയം ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് 10-50ഓളം കുട്ടികളുണ്ട്. അവരൊക്കെ ഒരുങ്ങി വരണമെങ്കിൽ താമസമുണ്ട്. അതിനായി നിന്നിരുന്നു. പിന്നീട് നമ്മുടെ വൈകിട്ടത്തെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഈ ശ്രീവിനായക സ്കൂൾ ഓഫ് ഡാൻസിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഭാഗ്യം തന്നെയാണ്. അവരുടെ പെർഫോമൻസ് കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ നല്ല ഒരു പ്രോഗ്രാമാണ് ശ്രീവിനായക സ്കൂൾ ഓഫ് ഡാൻസ് നടത്തുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത് SNDPയുടെ ഈ ഹാളിൽ വെച്ചാണ്. ഈ സ്റ്റേജിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. അവിടെ നമ്മുടെ മേച്ചേരിൽ സൗണ്ട്സിൻ്റെ എല്ലാവിധ സെറ്റിങ്സുകളും മിക്സറുകളും എല്ലാം സൗണ്ട് സിസ്റ്റംസ് എല്ലാം അവിടെ ഒരുക്കിയിരുന്നു. വളരെ നല്ലൊരു സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന ആൾക്കാരാണ് മേച്ചേരിൽ സൗണ്ട്സ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നല്ല ഒരു LED വാള്, അതിന് വേണ്ട ഡിസൈനുകളെല്ലാം അവിടെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കുട്ടികൾ ഒരുങ്ങിക്കൊണ്ടിരുന്നത് അവിടെ ഓഡിറ്റോറിയത്തിൽ സ്ഥലമില്ലാത്തത് കാരണം തൊട്ട് അടുത്ത് തന്നെയുള്ള NSS കരയോഗത്തിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ അവിടെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് നടത്തുന്നുണ്ടായിരുന്നു. പുറത്തു നിന്ന് വന്ന ആൾക്കാരാണ് മേക്കപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇത് പഠിപ്പിക്കുന്ന നമ്മുടെ ജുഗുനു മാഷും കുട്ടികൾക്ക് മേക്കപ്പ് ഇടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മോൾക്ക് ജുഗുനു മാഷാണ് എൻ്റെ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് മേക്കപ്പ് ഇടാൻ ജുഗുനു മാഷും അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന മറ്റ് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് മുതൽ ഉള്ള കുട്ടികൾ അവർ സ്വയം കയ്യിലെ ഈ കുങ്കുമം ലോഷൻ വെച്ച് വട്ടം വരയ്ക്കലും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള അരപ്പട്ട കെട്ടലും കാലിൽ വരയ്ക്കുന്ന വരകളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇടുന്നതിന് വേണ്ട അതുപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു കേട്ടോ കുട്ടികളെ ഒരുക്കാനായിട്ട് എത്തിയത്. അല്ലേ, കുട്ടികളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾ, മുമ്പ് മുതൽ പഠിച്ചിരുന്ന കുട്ടികൾ കാലിൽ വരയ്ക്കുന്നതൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെയായിരുന്നു. ജുഗുനു മാഷും നല്ല തിരക്കിലായിരുന്നു. കാരണം ഇത്രയും കുട്ടികളെ ഒരുക്കി കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരെ വരെ അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ടീച്ചർ അനൗൺസ് ചെയ്യാനായിട്ട് ടീച്ചറാണ് ഇരിക്കുന്നത്. ടീച്ചർ അതിൻ്റെ വേണ്ട രീതിയിലുള്ളതൊക്കെ എഴുതി തയ്യാറാക്കി നല്ല മനോഹരമായ അനൗൺസ്മെൻ്റാണ് ഓരോ പ്രോഗ്രാമും കൃത്യമായി സ്റ്റേജിൽ എത്തിക്കുന്നത് ടീച്ചറായിരുന്നു. കുട്ടികൾ മുമ്പ് ചിലങ്ക കെട്ടൊക്കെ വെച്ച് അരങ്ങേറ്റം കുറിച്ച കുട്ടികൾ ചിലങ്ക കെട്ടി ഡാൻസിന് കയറി. അപ്പോൾ അങ്ങനെ സമയം മുന്നോട്ട് പോയി നമ്മുടെ ഘോഷയാത്ര അമ്പലത്തിലോട്ട് എത്തുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഘോഷയാത്ര എത്തുന്നതിന് തൊട്ട് മുമ്പിൽ ആ ഒരു ശ്രീനാരായണ ഗുരുദേവൻ്റെ രഥം വന്നു. അതിന് പുറകിലായി ചെണ്ടമേളം വന്നു. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഘോഷയാത്രകൾ താലപ്പൊലിയോടുകൂടി വന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, എന്നെ എന്നല്ല അവിടെ വന്ന അത്രയും ആൾക്കാരെയും ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാ സ്ത്രീജനങ്ങളും ഒരേപോലെയുള്ള ഡ്രസ് കോഡ് ധരിച്ചു എന്നുള്ളതാണ്. അത് എല്ലാവരെയും ആകർഷിച്ച ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാവരും അതിനായിട്ട് പ്രയത്നിച്ചത് തന്നെ ഒരു നല്ല കാര്യമായി തോന്നി. അതുപോലെ കൈകൊട്ടിക്കളിയുടെ ഒരു റോഡ് ഷോ തന്നെ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായി അവതരിപ്പിക്കാനായിട്ട് അവർക്കും സാധിച്ചിരുന്നു. അത് കണ്ടപ്പോൾ ഇനിയും പ്രോഗ്രാമുകൾ അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു. ശേഷം ഒരു DJ പാർട്ടി പോലെ DJ ബേസിൽ സൗണ്ട്സിൻ്റെ ഓടുകൂടിയ ഒരു DJ പാർട്ടി റോഡ് ഷോയിൽ നടന്നു.
അപ്പോൾ കുട്ടികളെല്ലാവരും സ്റ്റേജിൽ പുറകിൽ നിൽക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് നമ്മളുടെ സ്റ്റേജിന് മുൻനിരയിൽ തന്നെയാണ് കുട്ടികളെ ഇരുത്തിയിരുന്നത്. എല്ലാവരും വളരെ ക്ഷമയോടുകൂടി ഒരുങ്ങി രാവിലെ മുതൽ ഒരുങ്ങി ഇത്രയും അടുക്കും ചിട്ടയോടും കൂടി ഒരു വലിയൊരു കലാരൂപം നൃത്തസന്ധ്യ അല്ലെങ്കിൽ നൃത്തം അവർ തുടങ്ങുന്നത് അല്ലെങ്കിൽ നൃത്തം അത് ആരംഭിക്കുന്നത് നമ്മുടെ ഈ ദേശത്തിന് തന്നെ ഒരു ഉണർവാണ്. ഒരു നൃത്തസന്ധ്യ അനുഭവിച്ചറിയുകയും ഒരു അഭിപ്രായം എനിക്കൊരു സന്ദേശമുള്ളത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ദേശത്ത് എന്ത് പ്രോഗ്രാം നടന്നാലും ഇത്തരത്തിലുള്ള കലാകാരികൾക്ക് അവസരങ്ങൾ കൊടുക്കണം. അതിനാണ് നമ്മൾ അതിന് തുനിയേണ്ടത്. ഇപ്പൊ ശാഖ പ്രസിഡന്റ് ഈ ഒരു പ്രസംഗത്തിന് ശേഷം നമ്മളുടെ നൃത്തസന്ധ്യ ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളെല്ലാവരും ഓരോ പരിപാടിയും കാണുമ്പോൾ അതിനായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഓരോരുത്തരും കൃത്യമായി അനൗൺസ്മെന്റ് ശ്രദ്ധിച്ച് ഓരോരുത്തരുടെയും പ്രോഗ്രാമിനനുസരിച്ച് അവർ കയറുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടേതായ ആ ഒരു ഗ്രൂപ്പ് അനുസരിച്ചാണ് അവിടെ ഇരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നമ്മളുടെ ശിവഭഗവാന്റെ മുമ്പ് വിളക്കൊക്കെ വെച്ച് ഒരു സ്തുതിയോടുകൂടി നൃത്തങ്ങൾ തുടങ്ങി. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഡാൻസിൻ്റെ പാട്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, മറ്റൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ച ഈ ഒരു കുട്ടികൾ, ഇവരെയും ഇത്രയും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനായിട്ട് ട്രെയിൻ ചെയ്യിച്ച അവരുടെ അധ്യാപകർ, ജുഗിനി മാഷാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ണിമായ ടീച്ചറാണെങ്കിലും അതുപോലെ തന്നെ വിനോദിനി ചേച്ചിയും, അപ്പോൾ ഇവരെല്ലാവരെയും നമുക്ക് അഭിനന്ദിച്ചേ മതിയാവും. കാരണം ഇതുപോലെയുള്ള ഇത്രയും കൊച്ചു കുട്ടികളെ എത്ര മനോഹരമായിട്ടാണ് അവർ ആ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിച്ചത്. അവരുടെ ആ ഒരു ക്ഷമയോട് കൂടിയുള്ള ആ ഒരു ട്രെയിനിങ് അല്ലെ, ആ ഒരു കൊച്ചുകുട്ടി കാണിക്കുന്ന കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത്ര ഭംഗിയായിട്ടാണ് അത് കാണിച്ചത്. എല്ലാവരും പ്രോത്സാഹനങ്ങളെല്ലാം കൊടുത്ത് വളരെ ക്ഷമയോട് കൂടിയിട്ട് അത്രയും ആൾക്കാർ അവിടെ കാത്തിരുന്ന് ഈ പ്രോഗ്രാം മുഴുവൻ കണ്ട് ആസ്വദിക്കാനായിട്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. വളരെ നല്ല രീതിയിൽ ഈ പെർഫോമൻസ് കാഴ്ചവെച്ചു. അവർക്ക് കൂടുതൽ സ്റ്റേജുകൾ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ ഒരു പരിപാടി അവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഗുരുസ്തുതിയോടുകൂടി തുടങ്ങി അവസാനം ഹരിവരാസനം പാടി ആണ്, ഹരിവരാസനത്തിൻ്റെ ഒരു നൃത്ത ചൂടുകളോട് കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം അവിടെ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ബൈ ബൈ.